കേരളത്തിൽ പഠിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് കൈത്താങ്ങായി ഒരു കൂട്ടം മലയാളി വിദ്യാർത്ഥിനികൾ കോഴിക്കോട് പ്രൊവിഡൻസ് GHSS സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളാണ് അതിഥി തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്കായി പഠനത്തിൽ സഹായിക്കാനായി രംഗത്ത് എത്തിയിരിക്കുന്നത്. നോക്കൂ, ആ കുട്ടികളുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം, അവരുടെ ഒരു കാഴ്ചപ്പാടൊന്നും നോക്കൂ, എത്രമാത്രം മനോഹരമാണല്ലേ. അപ്പോൾ ആ മനുഷ്യത്വത്തിൻ്റെ ആ വലിയ കാഴ്ചയ്ക്കാണ് നമ്മൾ സല്യൂട്ട് നൽകുന്നത്. അങ്ങനെയുള്ള കാഴ്ചകൾ, ഉദ്യമങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വാർത്ത നൽകുന്നു. ആകെ 30 കുട്ടികളാണ് ഭൈരായിക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ പഠിക്കുന്നത്. ഇതിൽ 27 വിദ്യാർത്ഥികളും ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണ്. ഇവരെ ചേർത്ത് പിടിക്കുകയാണ് പ്രൊവിഡൻസ് GHSSലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾ. സർവീസ് ലേണിംഗ് പദ്ധതിയായ കൂട്ട് 2025ന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ KAS നിർവഹിച്ചു. ചടങ്ങിൽ ആർട്ടിസ്റ്റ് മദനനെ ഷാളണിയിച്ച് ആദരിച്ചു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കരുത്തേകുകയാണ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭൈരായിക്കുളം ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ദീപ്തി പറഞ്ഞു. ഇവിടുത്തെ കുട്ടികളിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. അവർ അധികവും ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലൊക്കെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത്തരം ചില പ്രോഗ്രാമുകൾ അവരെ സ്കൂളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസപരമായ കഴിവുകൾ മെച്ചപ്പെടുന്നതിനും ഒരുപാട് ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. പഠനവും കലാപരിപാടികളുമായി ഹാപ്പിയാണ് കുട്ടികൾ. ഒരു കുഞ്ഞാറ്റെ കിളിയെ ഞങ്ങൾ കണ്ടോ, രണ്ടാന ഉല്ലാസയാത്ര പോയപ്പോ രണ്ട് ചെണ്ടുമല്ലി, ഒരു കുഞ്ഞാറ്റെ കിളിയെ ഞങ്ങൾ കണ്ടോ. ഞങ്ങൾക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരെ പഠിപ്പിക്കാൻ പറ്റിയതും. മലയാളം അവർ ഇപ്പം കുറച്ച് അറിയാം, ഫുള്ള് ഹിന്ദി മാത്രമേ അവർക്ക് അറിയൂ. ഇപ്പം നമ്മൾ എന്തെങ്കിലും കളിയിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞുകൂടെ. ഈ കുഞ്ഞുങ്ങളെ പഠനത്തിൽ മാത്രമല്ല കലാകായിക രംഗത്തും മുൻപന്തിയിൽ എത്തിക്കണമെന്നാണ് അധ്യാപകരുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, കോഴിക്കോട്.